വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് നോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർലിക് ഒന്ന് കട്ട് ചെയ്യുക, ക്യാരറ്റ് ഓണിയൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പാൻ വയ്ക്കാം. അപ്പം അതിൻ്റെ ആ ഒരു ചൂട് മാറിയതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. കാരണം ഗാർലിക്കും കാര്യങ്ങളെല്ലാം നമുക്ക് സോട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക് ഇടുക. ഗാർലിക്ക് തീരെ ബ്രൗണിഷ് കളറാവേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇടാം. അതിന് ശേഷം ഓണിയൻസ് നമുക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അതൊന്ന് വേവായിട്ട് കുക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊരു സൈഡിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ 2 എഗ്ഗ് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ ഒരു കട്ടിങ്സ് ഐറ്റംസ് ഞാൻ മാറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇത് രണ്ടും കൂടെ ആ മുട്ടയൊന്ന് ഓക്കെ അതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പം പിന്നെയും മാറ്റി പിന്നെയും എടുത്തൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച സൈഡിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീഡിയോ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ വരും, കാരണം ഒരു ഫോൺ ഇങ്ങനെ പണികളായതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് ഇതുപോലത്തെ വീഡിയോസെല്ലാം ഞാൻ ചെയ്യും. അപ്പം കുക്കിംഗ് വ്ളോഗ്സ് ആയാലും വരും. ഓക്കെ, ശേഷം 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊരു 2 സെറ്റാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ മൊത്തം ആ 4 സെറ്റ് ഞാൻ എടുക്കുന്നില്ല. ശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി പിന്നെ മാഗി മസാലപ്പൊടിയും ആഡ് ചെയ്യണം. അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് കെച്ചപ്പ് ഇഷ്ടം ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നിങ്ങളിതിപ്പം യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഗ്രീൻ പീസ് എവിടെ നിന്ന് വന്നെന്ന്. സോ ഓൾവേസ് അതിൽ മസാലയിലുള്ളതാണ് ഗ്രീൻ പീസ്. സോ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മാഗിയുടെ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്ന് കുക്കായി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി ആ വെള്ളമൊക്കെ വറ്റിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റി ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സോസ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും. ഒരുപാട് ഇഷ്ടമല്ലാത്തവർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എങ്കിലും ഇതുപോലത്തെ ഒരുപാട് റെസിപ്പി വ്ളോഗ്സായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ഗൈസ്.